Hi, welcome to Competitive Cracker. നമ്മൾ NTA നെറ്റിന്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തു എന്ന് അറിഞ്ഞു അല്ലേ? 16th ജൂണിനാണ് എക്സാം വരുന്നത്. ഇനി ഏകദേശം 50+ ഡേയ്സ് ആണ് നമ്മളെ മുന്നിലുള്ളത്. കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2023 ലാസ്റ്റ് ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു സീരീസ് പോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Antonio Gramsci's prison notebooks primarily deals with അല്ലെ? Antonio Gramsciയുടെ prison notebook എന്നുള്ളത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്കാണ് Antonio Gramsci's prison notebook. അപ്പൊ അതിനകത്ത് പ്രൈമർലി ഡീൽ ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, Antonio Gramsci's prison notebooks. ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പെയിൻ ഓഫ് എ prisoner during colonial times. It is true that ആ ഒരു വർക്ക് prison ടൈമിൽ എഴുതിയിട്ടുള്ളതാണ്, but it is not about a pain of a prisoner during colonial times. This option is wrong. അങ്ങനെയല്ല അതിനകത്ത് പറയുന്നത്. Then second option എന്താണ്? Recollection of love, romance and blissful life. അത്തരത്തിലുള്ള ഒരു ചിൽ എഴുതുന്ന ഒരു ബുക്ക് അല്ല ഈ പറയുന്ന prison notebooks. Recollection of love, romance and blissful എന്നുള്ളത് utter nonsense ആണ്. It is not correct regarding the book. Third one എന്താണ്? Philosophy, culture, literature and the role of intellectuals. Philosophy, culture and literature and the role of intellectuals. Option 3 is correct. 4 കൂടെ നോക്കാം. Exploitation of blacks during the colonial times. This is also wrong. So correct option ആയിട്ട് എന്താണ് വരുന്നത്? Option 3 ആണ്. മറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണ്? കൾച്ചറൽ ഹെജ്മണി, അതുപോലെ ഹെജ്മണി ഒക്കെ ഗ്രാംഷിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ദെൻ എഡ്യൂക്കേഷൻ, സ്റ്റേറ്റ്, സിവിൽ സൊസൈറ്റി, ഹിസ്റ്റോറിസിസം, നാഷണലിസം, ഫാസിസം ഒക്കെ കൃത്യമായിട്ട് ഈ ഒരു വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഗിവൻ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? എ റൂം ഓഫ് വൺസ് ഓൺ ഇസ് എ ഫെമിനിസ്റ്റ് എസ്സേ അബൌട്ട് ദ വിമൻസ് എഡ്യൂക്കേഷൻ, എക്സ്ക്ലൂഷൻ ആൻഡ് റൈറ്റിംഗ് ബൈ വിർജീനിയ വൂൾഫ്. വിർജീനിയ വൂൾഫിന്റെ വർക്കാണ് റൂം ഓഫ് വൺസ് ഓൺ. ഇറ്റ്സ് എ ഫെമിനിസ്റ്റ് എസ്സേ അബൌട്ട് വിമൻസ് എഡ്യൂക്കേഷൻ, എക്സ്ക്ലൂഷൻ ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വിർജീനിയ വൂൾഫിന്റെ വർക്കാണ് എ റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് 1ൽ പറയുന്നത്. ദാറ്റ് ഈസ് ഒബ്വിയസ്ലി കറക്റ്റ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഇൻ അതർ വേൾഡ്സ് ഇസ് എ കളക്ഷൻ ഓഫ് എസ്സേസ് റിട്ടൺ ബൈ എഡ്വേർഡ് സെയ്ഡ്. എഡ്വേർഡ് W. സെയ്ഡിന്റെ വർക്കാണ് ഇൻ അതർ വേൾഡ്സ് ഓൺ കണ്ടംപററി ഐഡിയാസ് സച്ച് എസ് സൈക്കോ അനാലിസിസ് ആൻഡ് സോഷ്യൽ തിയറി. കറക്റ്റ് ആണോ? ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് അല്ലെ? ഗായത്രി സ്പിവാക് ചക്രവർത്തിയാണ് അത്തരത്തിൽ ഇൻ അതർ വേൾഡ്സ് എന്നുള്ള വർക്ക് എഴുതിയിട്ടുള്ളത്. സോ സ്റ്റേറ്റ്മെന്റ് 1 is correct and statement 2 is wrong. And in other words ന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ എന്താ വരുന്നത്? In other words, essay in cultural politics by Gayatri Chakravarti Spivak. Okay, it is a classical work that dwells into the intricate relationship between language, women and culture. Language, women and culture. It is not about psychoanalysis or society thing. Okay, it is about language, women and culture. എഴുതിയിട്ടുള്ളത് ഗായത്രി സ്പിവാക് ചക്രവർത്തിയാണ്. ഞാൻ പറഞ്ഞു സ്പിവാക് ബാബ അതുപോലെ തന്നെ എഡ്വേർഡ് സെയ്ദ് ഒക്കെ പോസ്റ്റ് കൊളോണിയൽ തിയറിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവരെ ഒരു കാരണവശാലും നിങ്ങൾ നെറ്റിന്റെ പെർസ്പെക്റ്റീവിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ഇൻകറക്റ്റ്. നെക്സ്റ്റ്, which of the following is true about Tennessee Williams, a streetcar named Desire? നമ്മൾ ഓൾറെഡി അമേരിക്കൻ ലിറ്ററേച്ചർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെന്നസി വില്യംസിന്റെ സ്ട്രീറ്റ് കാർ നെയിംഡ് ഡിസയർ എന്നുള്ള വർക്കിനെ ബേസ് ചെയ്ത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ട്രൂ? ഓക്കെ, ഓപ്ഷൻ 1 എന്താണ്? ഇറ്റ് ഈസ് സെറ്റ് ഇൻ ന്യൂ ഓർലീൻസ്. ന്യൂ ഓർലീൻസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. That is correct. Then the protagonist is a Mississippi land owner. Protagonist Mississippi land owner ആണോ? പ്രൊഫഷനെ ബേസ് ചെയ്താ പറയുന്നത് പ്രൊട്ടാഗണിസ്റ്റിന്റെ. പക്ഷേ she is a school teacher. So this option is not correct. It ends with Blanche's defeat and departure. അല്ലെ? ബ്ലാഞ്ചെ അതായത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് മെയിൻ ആയിട്ട് ക്യാരക്ടറിന്റെ ഡിഫീറ്റ് ആൻഡ് ഡിപ്പാർച്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഇത് എൻഡ് ചെയ്യുന്നത് എന്നാ പറയുന്നത്. ദാറ്റ് ഈസ് ട്രൂ. ടോം വിൻഫീൽഡ് ഇസ് എ നെറേറ്റർ. ടോം വിൻഫീൽഡ് ആണോ നെറേറ്റർ? അതിൽ അങ്ങനെ സ്പെസിഫിക് നെറേറ്റർ ഇല്ല. ഓൾസോ ടോം വിൻഫീൽഡ് ഈ ഒരു വർക്കിൽ വരുന്നതല്ല. അഗെയിൻ ലോറ ആൻഡ് സ്റ്റെല്ല ആർ കസിൻസ്. ഇവരും ഈ ഒരു വർക്കിൽ വരുന്നതല്ല. ഗ്ലാസ് മെനാജറിയിലാണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, സോ ദീസ് ഓപ്ഷൻസ് ആർ ഇൻകറക്റ്റ്.
ഏതൊക്കെയാ കറക്റ്റ് ആയിട്ട് വരുന്നത്? അപ്പോൾ എ ആൻഡ് സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് ഓപ്ഷൻ 2. ഓക്കെ, ഓപ്ഷൻ 2 എ ആൻഡ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Prose romances preceded the emergence of novel as a popular literary genre. നോവലിന് തൊട്ട് മുന്നേ ആയിട്ട് ഉണ്ടായിരുന്ന പോപ്പുലർ ജാനർ എന്ന് പറയുന്നത് പ്രോസ് റൊമാൻസ് ആണ്. പ്രോസ് റൊമാൻസ് എന്നാണ് പിന്നെ നോവൽ വരുന്നത് അല്ലേ? സോ വിച്ച് ടെക്സ്റ്റ് അമംഗ് ദ ഫോളോയിങ് ഫോൾ അണ്ടർ ദ കാറ്റഗറി ഓഫ് പ്രോസ് റൊമാൻസ്? അപ്പോൾ തന്നിരിക്കുന്ന ടെക്സ്റ്റുകളിൽ ഏതാണ് പ്രോസ് റൊമാൻസിന്റെ കാറ്റഗറിയിൽ പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തൊക്കെയാ തന്നിട്ടുള്ള വർക്ക്സ്? ഓപ്ഷൻ 1 The Pilgrim's Progress, The Pilgrim's Progress and the Spectator. Pilgrim's Progress നമുക്കറിയാം ജോൺ ബണ്ണിയന്റെ വർക്കാണ്. ഇറ്റ് ഈസ് എ ക്രിസ്ത്യൻ ആലിഗറി അല്ലേ? പ്രോസ് റൊമാൻസിലെ ക്രിസ്ത്യൻ ആലിഗറി ആണ്. സോ ദാറ്റ് ഇസ് റോങ്. ഒരെണ്ണം തെറ്റിയാൽ പിന്നെ ഡെഫിനറ്റ്ലി മറ്റതും തെറ്റായിരിക്കുമല്ലോ അല്ലേ? ഈ ഓപ്ഷൻ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും സ്പെക്ടേറ്ററും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, മാഗസിൻ ആയിട്ടാണ് വരുന്നത്. സോ സ്പെക്ടേറ്ററും നമുക്ക് എടുക്കാൻ പറ്റില്ല. ദെൻ ഒറോണോക്കോ ആൻഡ് ദ ഫെയർ ജിൽഡ്. ഒറോണോക്കോ ആൻഡ് ദി ഫെയർ ജിൽഡ്, ദാറ്റ് ഇസ് കറക്റ്റ്. പ്രോസ് റൊമാൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അഫ്ര ബെൻ്റെ നോവൽസ് ആണ് പ്രോസ് റൊമാൻസിന് എക്സാമ്പിൾ ആണ്. ദെൻ മറ്റു ഓപ്ഷൻസും കൂടെ നോക്കൂ. പമേല ആൻഡ് ക്ലാരിസ, പമേല ആൻഡ് ക്ലാരിസ. ദെൻ അമേലിയ ആൻഡ് ഫെർഡിനാൻഡ് കൗണ്ട് ഫാത്തം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഇസ് ഒറോണോക്കോ ആൻഡ് ദി ഫെയർ ജിൽഡ്. They are said to be prose romances. Okay, they are prose romances. Next question എന്താണ്? Which of the following statement best describe Anna Karenina's situation and world view? Anna Karenina അല്ലെ, ടോൾസ്റ്റോയിന്റെ ഒരു വർക്കാണ് അന്ന കർണീന. അന്ന കർണീന എന്നുള്ള നോവലിനെ സംബന്ധിച്ച് 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അന്ന കർണീന എന്നുള്ള നോവലിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നിൽക്കുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? Anna is deeply committed to the family and children. Anna is deeply committed to the family and children. That is true. Okay, that is true. Then Anna's choices were more an outcome of passion and instinct. Annയുടെ ഡിസിഷൻസ് എല്ലാം പാഷൻ ആൻഡ് ഇൻസ്റ്റിങ്ക്റ്റിന്റെ പുറത്തായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ് അല്ലേ? വളരെ ആലോചിച്ചെടുത്ത് ഭയങ്കര കണ്ടംപ്ലേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഡിസിഷൻസ് ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എൻ ഇൻഫാക്ച്വേഷൻ ഓർ സംതിങ്. ഷി വാസ് വെരി ഷുവർ അബൌട്ട് ഹർ ഡിസിഷൻ. സോ ഓപ്ഷൻ ബി ഇസ് ഇൻകറക്റ്റ്. ദെൻ Anna accepted the exile to which she was condemned. Anna accepted the exile, that is true, but she never condemned. അല്ലേ? She never condemned. So that is again false. Then D എന്താണ്? Anna's passionate spirit and determination to live life at her own terms make her so unique. അന്നയുടെ ചോയ്സസ് അവളെ യുണീക്ക് ആക്കുന്നുണ്ട്. The determination and passionate spirit. That is again true അല്ലേ? ആ ഒരു സമയത്തുള്ള റെവല്യൂഷണറി വർക്ക് തന്നെയാണ് അന്ന കർണീന എന്നുള്ള നോവല്. Then എന്താണ്? She became a victim of rampant patriarchal forces. She became a victim of rampant patriarchal forces. Again, that option is also correct. So ഏതൊക്കെയാണ്? D, E വരുന്നുണ്ട്. Then A, D, E. തേർഡ് ഓപ്ഷൻ ആണ് നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് അസംപ്ഷൻസ് ആർ ട്രൂ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ന്യൂ ക്രിറ്റിസിസം? ന്യൂ ക്രിറ്റിസിസത്തിനെ കുറിച്ച് കുറച്ച് അസംപ്ഷൻസ് തന്നിട്ടുണ്ട്. 5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. The new movement in literature popularized closed reading of the text. The new movement popularized the closed reading of the text. That is correct അല്ലേ? ന്യൂ ക്രിറ്റിസിസം ക്ലോസ് റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻ എ ഇസ് കറക്റ്റ്. ദെൻ ബി എന്താണ്? The leading critics of new criticism are Alan Tatty, then Robert Penwaran, R.P. Blackmer, then Kenneth Burke. ഇവരൊക്കെയാണ് ന്യൂ ക്രിറ്റിസിസത്തിന്റെ ലീഡിംഗ് ക്രിറ്റിക്സ് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഓപ്ഷൻ ബി ഇസ് ഓൾസോ കറക്റ്റ്. ദെൻ the critical approach is extensively used in the study of novels and plays. It is extensively used. അതിലൊരു നമുക്കൊരു ചെറിയ സംശയം ഉണ്ട് അല്ലേ? നെക്സ്റ്റ് വൺ. This critical approach tends to discredit historical, social and political context of a work of literature. This critical approach tends to discredit historical, social and political context of a work of literature. That is again true. New historicism സംബന്ധിച്ച് ഹിസ്റ്ററിക്കൽ ബാഗേജസ് എല്ലാം മാറ്റി നിർത്തുന്നുണ്ട് അല്ലേ? So that is also true. അപ്പോൾ എന്തൊക്കെയാണ് ആൻസർ വരുന്നത്? A, B and D. A, B and D എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ആൻസർ ലഭിക്കുന്നത്. ന്യൂ ക്രിറ്റിസിസം ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എല്ലാ സ്കൂൾ ഓഫ് തോട്ടും നിങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്?
Roland Barthes in his Introduction to the Structural Analysis of Narratives. Roland Barthes in ഏത് വർക്കാണ്? Introduction to the Structural Analysis of Narrative 1966 വർക്കാണ്. Proposed 3 levels of narrative structure. 3 levels of narrative structure. Which among the following are the narrative structure proposed by him? 3 levels of narrative structure Roland Barthes recommend ചെയ്യുന്നുണ്ട്. ഏത് വർക്കിൽ? Introduction to the Structural Analysis of Narratives. ഈ തന്നേക്കുന്ന 5 എണ്ണത്തിൽ ആ 3 എണ്ണം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. Is it functions? Is it actions? Is it grammar? Is it narration? Is it coherence? എന്തായിരിക്കും? ഫംഗ്ഷൻ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, നറേഷൻ ഉണ്ട്. ഗ്രാമർ ആൻഡ് കോഹറൻസ് ഇല്ല. സോ എ, ബി ആൻഡ് ഡി. എ, ബി ആൻഡ് ഡി എന്ന് വരുന്നത് ഓപ്ഷൻ 2 ആണ്. സോ ഓപ്ഷൻ 2 is the correct answer. Okay. നെക്സ്റ്റ്, റൊളാൻഡ് ബാർട്സ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഡെത്ത് ഓഫ് ദി ഓതർ പോലുള്ള ഒത്തിരി വർക്ക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൊണോളജിയും, ബാർത്തിന്റെ ക്രൊണോളജിയും യൂഷ്വലി ചോദിച്ച് കാണാറുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് റെയ്മോണ്ട് വില്യംസ് വ്യൂസ് ഓൺ കൾച്ചർ? റെയ്മോണ്ട് വില്യംസ് അല്ലെ, കൾച്ചർ സ്റ്റഡീസ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. റെയ്മോണ്ട് വില്യംസിന്റെ കൾച്ചറൽ പെർസ്പെക്റ്റീവില് വിച്ച് ഇസ് നോട്ട് ട്രൂ എന്താണ്? കൾച്ചർ ഈസ് ഓർഡിനറി. ഓക്കെ, ദാറ്റ് ഇസ് ട്രൂ. കൾച്ചർ ഈസ് ഓർഡിനറി. കൾച്ചർ ഇസ് എ ഹോൾ വേ ഓഫ് ലൈഫ്. ദാറ്റ് ഇസ് അഗെയിൻ ട്രൂ. കൾച്ചർ ഇസ് എ ഹോൾ വേ ഓഫ് ലൈഫ്. ഇതെല്ലാം വളരെ ജനറിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമുക്ക് ഒരുപാട് കൾച്ചർ സ്റ്റഡീസ് പഠിച്ചാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല. കുറച്ചൊക്കെ നമ്മുടെ ഒരു ബേസിക് കോമൺ സെൻസിന്റെ പുറത്ത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. The masses do not participate in the creation of cultural values. Do not participate എന്നാട്ടോ പറയുന്നത്. Do not participate in the creation of cultural values. Do they? They definitely do. So, option 3 is wrong. There exist at least 3 layers of a culture at a given point of time in a society. എന്തൊക്കെയാണ്? 3 ലെവൽ ഓഫ് കൾച്ചർ ഉണ്ടെന്നാണ് പറയുന്നത്. Dominant, residual and emergent. Okay, this is also correct. So option 4 is also correct. 1, 2 and 4 is the correct answer. The question is which of the following is not true എന്നാ ചോദിച്ചത്. ഇത് മൂന്നും ട്രൂ ആണ്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് വേണ്ടത് 3 ആണ്. ഈവൻ ദോ ദി ആൻസർ ഇസ് റോങ്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരേണ്ടത് 3 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. The Calcutta Chromosome 1995 is a novel exploring past and future. It has been written by. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. കൽക്കട്ട ക്രോമസോം അല്ലെ, ഇയറും തന്നിട്ടുണ്ട്. 1995 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കൽക്കട്ട ക്രോമസോം. ഇറ്റ് എക്സ്പ്ലോർസ് ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. രവീന്ദ്രനാഥ് ടാഗോർ ആണോ, അമിതാവ് ഘോഷ് ആണോ, രാജാ റാവു ആണോ, മുൽക്രാജ് ആനന്ദ് ആണോ? ആരായിരിക്കും? ആൻസർ ഇസ് നൺ അതർ ദാൻ അമിതാവ് ഘോഷ്. ഓക്കെ, അമിതാവ് ഘോഷ് ഏത് അടുപ്പിച്ച് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന, അതായത് 2019 ശേഷം ഇങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമിതാവ് ഘോഷിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണാൻ പറ്റും. സോ അമിതാവ് ഘോഷിന്റെ വർക്ക്സ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. Who of the following was the immediate predecessor of the drama proper? Immediate predecessor of the drama proper അല്ലെ, തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഡ്രാമയുടെ തൊട്ട് മുന്നേ വന്നിട്ടുള്ള ജോൺറ ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. Is it the interlude? Is it the morality play, the miracle play, the liturgical play? ഈ തന്നിരിക്കുന്ന 3 എണ്ണം ഓൾമോസ്റ്റ് സിമിലർ ആണ് അല്ലെ. മൊറാലിറ്റി പ്ലേ, മിറാക്കിൾ പ്ലേ, ലിറ്റർജിക്കൽ പ്ലേ എന്ന് പറയുമ്പോൾ റിലീജിയൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തത്, which is basically related to the origin of drama അല്ലെ. ഒറിജിൻ ഓഫ് ഡ്രാമയിൽ വരുന്നതാണ് ഈ 3 എണ്ണം. ആ ഒരു ഇനീഷ്യൽ എവല്യൂഷന്റെ ഭാഗത്ത് വരുന്നതാണ് ഈ 3 കാറ്റഗറി ഓഫ് ഡ്രാമ അല്ലെങ്കിൽ പ്ലേ എന്ന് പറയുന്നത്. പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന ഡ്രാമയിലോട്ടുള്ള ആ ഒരു ട്രാൻസിഷന്റെ ബ്രിഡ്ജിൽ ഈ ഇന്റർല്യൂഡ് ആണ് വരുന്നത്, ദ ഇന്റർല്യൂഡ്. സോ ദാറ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് പ്രിഡസസർ ഓഫ് ദി ഡ്രാമ പ്രോപ്പർ. സോ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ 1 ആണ് അല്ലെ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് സ്യൂട്ടബിൾ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following is true about Samuel Beckett's Waiting for Godot? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അമിതാവ് ഘോഷിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സാമുവൽ ബെക്കറ്റ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് കാണാൻ ഭയങ്കര പ്രയാസമായിരിക്കും. സോ സാമുവൽ ബെക്കറ്റിന് കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഫോർ ഗോദോ ഒരു തവണ ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടി പോകാൻ. ഓക്കെ, ഒറിജിനൽ ടെക്സ്റ്റ് തന്നെ വായിക്കണം. ആകെ 2 ആക്ട്സേ വരുന്നുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലേ ആണ്. സോ അത് കംപ്ലീറ്റ് ഒറിജിനൽ ടെക്സ്റ്റ് തന്നെ വായിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, എന്താണ്? It illustrates vanity of humankind. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് ട്രൂ എന്നുള്ളതാണ് ചോദ്യം. It illustrates vanity of humankind. ഹ്യൂമൻ കൈൻഡ് വാനിറ്റി
കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ട്രൂ. ഓക്കെ. ഇറ്റ് ഹാസ് അൺകോംപ്രമൈസിങ് വ്യൂസ് ഓൺ ഹ്യൂമാനിറ്റേറിയൻ കമ്മ്യൂണിസം. അൺകോംപ്രമൈസിങ് വ്യൂ ഓൺ ഹ്യൂമാനിറ്റേറിയൻ കമ്മ്യൂണിസം, അങ്ങനത്തെ ഒരു കാര്യം ആ ഒരു പ്ലേയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല അല്ലേ. സോ ഓപ്ഷൻ ബി ഇസ് അബ്സല്യൂട്ട്ലി നോ, ഇറ്റ് ഇസ് നോട്ട് ഇൻകറക്റ്റ്. ദെൻ ഇറ്റ് പ്രൊജക്ട്സ് സെൽഫ് ഡിസെപ്ഷൻ സ്ട്രൈവിംഗ് ടു ഡിസ്ഗൈസ് ഫെയിലിയർ. ഡി എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ വിത്തൗട്ട് സ്ട്രക്ചർ ഓർ ഡെവലപ്മെന്റ്. ഈ എന്താണ്? ഇറ്റ്സ് ഇൻകോഹറന്റ് ഡയലോഗ് സജസ്റ്റ് ഡെസ്പയർ ഓഫ് എ സൊസൈറ്റി. 3 എണ്ണമാണ് ബാക്കിയുള്ളത്. അതിനകത്ത് ലാസ്റ്റ് 2 എണ്ണം ഡെഫിനറ്റ്ലി ഷുവർ ആണ് അല്ലേ. ഇറ്റ് പ്രൊജക്ട് സെൽഫ് ഡിസെപ്ഷൻ സ്ട്രൈവിംഗ് ടു ഡിസ്ഗൈസ് എ ഫെയിലിയർ. ദാറ്റ് ഓപ്ഷൻ ഇസ് റോങ്. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് തന്നിരിക്കുന്ന ലാസ്റ്റ് 2 ഓപ്ഷൻ ഡെഫിനറ്റ്ലി ട്രൂ ആണ്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ വിത്തൗട്ട് സ്ട്രക്ചർ ഓർ ഡെവലപ്മെന്റ്. പ്രത്യേകിച്ച് ഒരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ആ പ്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ഓൾസോ കറക്റ്റ്. Then its incoherent dialogue suggests despair of a society. That is also very visible in the play. So option E is also correct. അപ്പോൾ 3 എണ്ണം കൂടെ എഴുതാനുള്ള ഇത് നമുക്ക് തന്നിട്ടില്ല. 2 ഓപ്ഷൻസേ ഉള്ളൂ. എയും ഡിയും അല്ലെങ്കിൽ എയും ഇയും ഒക്കെ ആയിട്ട് എഴുതണം. അത്തരത്തിലൊന്നും ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് ഡി ആൻഡ് ഇ ആണ് അല്ലേ. അത് 4ാമത്തെ ഓപ്ഷൻ ആണ്. സോ വി ആർ ലോക്കിംഗ് 4th ഓപ്ഷൻ. ഓക്കെ, ദിസ് ഇസ് എ correct response to this particular question. അപ്പോൾ നമ്മൾ നെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 2023 ഡിസംബർ സൈക്കിളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഏകദേശം 50+ ഡേയ്സ് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. ജൂൺ 16th എക്സാം വരുന്നത്. ഒട്ടും സമയം കളയാനില്ല. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നെറ്റിന്റെ പ്രിപ്പറേഷന് വേണ്ടി കൊടുക്കുക. ബാക്കി എന്റർടൈൻമെന്റ്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു നെറ്റ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ സമയം കളയാനില്ല, റിസർച്ച് ചെയ്യാനുള്ള സമയമില്ല, മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ വേഗം കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ അപ്രോച്ച് ചെയ്തോളൂ. നമ്മൾ ഓൾറെഡി ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 50 ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ്, UGC നെറ്റിന്റെ 50 ഡേയ്സ് ഇംഗ്ലീഷ് ക്രാഷ് കോഴ്സ് ഓൾറെഡി നമ്മൾ ആപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഈ ഒരു ക്രാഷ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ടീച്ചേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ടുകളോടും കൂടി ഇത്തവണ ഡെഫിനറ്റ്ലി നിങ്ങൾ JRFോട് കൂടി തന്നെ നെറ്റ് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസിനും കൂടുതൽ ഇൻഫർമേഷനും അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് കോണ്ടന്റിനൊക്കെ വേണ്ടിയിട്ട് UGC നെറ്റിന്റെ ഈ ഒരു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ കയ്യിൽ സമയം കളയാനില്ല. ഡെഫിനറ്റ്ലി ഡു ക്ലിയർ നെറ്റ് ദിസ് ടൈം. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.